ശ്രീ എൻ കെ അക്ബർ. സർ, അഭൂതപൂർവമായ ജനത്തിരക്ക് അനുഭവപ്പെടുന്ന ഗുരുവായൂരിൽ പോലീസിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കണമെന്നും പിൻവലിച്ച ട്രാഫിക് പോലീസ് യൂണിറ്റ് പുനഃസ്ഥാപിക്കണമെന്നുള്ളതാണ് സബ്മിഷൻ. പ്രതിവർഷം 3 കോടിയിലധികം ജനങ്ങൾ വന്നുപോകുന്ന ക്ഷേത്ര നഗരമാണ് ഗുരുവായൂർ. ഇതിനു പുറമെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന സ്ഥലമെന്ന നിലയിൽ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ വേറെയും ഗുരുവായൂരിലെത്തുന്നുണ്ട്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് എല്ലാ ദിവസവും 100 കണക്കിന് സ്വകാര്യ വാഹനങ്ങളാണ് ഗുരുവായൂരിലെത്തുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ക്ഷേത്ര നഗരത്തിലെ ക്രമസമാധാന പാലനത്തിനും വാഹന ഗതാഗത നിയന്ത്രണത്തിനുമായി ആവശ്യാനുസരണം പോലീസുകാരും പുറമെ ട്രാഫിക് പോലീസ് യൂണിറ്റുള്ള സ്റ്റേഷനായി ഗുരുവായൂർ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത്. 2014 ഗുരുവായൂർ പോലീസ് സ്റ്റേഷനെ ടെമ്പിൾ സ്റ്റേഷനായും ഗുരുവായൂർ സ്റ്റേഷനായും 2 കേന്ദ്രങ്ങളായി മാറ്റി. ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ 1 CI, 3 SI, 1 ASI, 12 വനിത, 25 പുരുഷ പോലീസ്, 1 ഡ്രൈവർ ഉൾപ്പെടെ ആകെ 42 പേരുണ്ടായിരുന്നു. ഗുരുവായൂരിൻ്റെ ആവശ്യത്തിനുള്ള പോലീസ് കുറവാണ് എന്ന് മനസ്സിലായപ്പോൾ ഇതിനു പുറമെ 1 SIയെയും 11 പോലീസുകാരെയും കൂടുതൽ അനുവദിച്ച് സ്റ്റേഷൻ സ്ട്രെങ്ത് 42 നിന്ന് 53 ആക്കി. ഇതുകൂടാതെ 50 പേരുള്ള KAP ബാച്ച് പ്രത്യേകമായി ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. പിന്നീട് ഇവരെ പിൻവലിച്ചു. നിലവിൽ AR 10, 24 QRT ഉണ്ടായിരുന്നു. ഇതിൽ 24 QRT ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നിട്ടില്ല. ദിവസം ചെല്ലുന്തോറും ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകരുടെയും മറ്റു ജനങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇപ്പോഴാണെങ്കിൽ 50 വർഷം മുമ്പ് നിർമ്മിച്ച ഗുരുവായൂർ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കാലപ്പഴക്കത്തെ തുടർന്ന് പൊളിച്ചു നീക്കുകയും ആധുനിക ബസ് ടെർമിനലിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തപ്പോൾ നഗരത്തിൻ്റെ വൺ വേ ഉൾപ്പെടെയുള്ള ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരിക്കുന്നു. ആവശ്യാനുസരണം പോലീസ് ഇല്ലാത്തതിൻ്റെ ഭാഗമായി നഗരത്തിൽ പലപ്പോഴും ഗതാഗതക്കുരുക്കും ഉണ്ടാകുന്നു. ക്ഷേത്ര വിശേഷ ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും വിവാഹങ്ങൾ കൂടുതൽ നടക്കുന്ന ദിവസങ്ങളിലും ഗുരുവായൂർ വീർപ്പുമുട്ടുകയാണ് സാർ. മിക്കവാറും ദിവസങ്ങളിൽ ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന VIP, VVIPകൾക്കുള്ള സുരക്ഷ ഒരുക്കാനും മറ്റുമായി പോലീസ് പ്രവർത്തിക്കേണ്ടതിനാൽ മറ്റു ജോലികൾ ചെയ്യുന്നതിന് അവർക്ക് തടസ്സം നേരിടുന്നു. ഇതെല്ലാം പരിഗണിച്ച് വലിയ സുരക്ഷ ആവശ്യമുള്ള ക്ഷേത്രനഗരം എന്നുകൂടി കണ്ട് ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിൽ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള പോലീസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും പിൻവലിച്ച ട്രാഫിക് പോലീസ് യൂണിറ്റ് പുനഃസ്ഥാപിക്കണമെന്നും സവിനയം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, സംസ്ഥാനത്തെ ട്രാഫിക് സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ട്രാഫിക് സ്റ്റേഷനുകളിൽ നിന്നും 14/7/2018 ഉത്തരവ് പ്രകാരം അതത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ തരത്തിലാണ് കേന്ദ്രീകൃത സംവിധാനത്തെ ഇപ്രകാരം പ്രാദേശിക തലത്തിലേക്ക് മാറ്റിയത്. പഴയ ട്രാഫിക് പോലീസ് സ്റ്റേഷനുകൾ നിലവിൽ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റുകളായി പ്രവർത്തിച്ചു വരുന്നു. നൂതന സാങ്കേതിക വിദ്യ കൂടി സംയോജിപ്പിച്ച് ഗതാഗത നിയന്ത്രണത്തിനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ ട്രാഫിക് സ്റ്റേഷനുകളോ യൂണിറ്റുകളോ സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല.